നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ നടക്കുന്ന ആദ്യത്തെ AI സമ്മിറ്റ്, അത് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വളരെ വിജയിച്ചത് എന്ന് പറയാൻ കാരണം ശശി തരൂർ അടക്കമുള്ളവർ ഗംഭീരമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ, അതിൻ്റെ ഉദ്ഘാടന ദിവസമായ തുടക്കം മുതൽ ചില കല്ലുകടികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിവിടെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് ഇവിടെ, അതായത് നമ്മുടെ രാജ്യം മികച്ച രീതിയിൽ പോകുന്നത് കാണുന്നത് ഇഷ്ടമല്ലാത്ത ചില ആളുകൾ അത് പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് ഒരു സർവകലാശാലയിലെ അവിടുത്തെ വിദ്യാർത്ഥികൾ കാണിച്ച ഒരു ഉടായ്പ് കൈയോടെ പിടിക്കുകയും ചെയ്തു. ചൈന മെയ്ഡായിട്ടുള്ള ഒരു AI റോബോട്ടിനെ കൊണ്ട് കാണിച്ചത് ചൈനയുടെ ആണെന്ന് പിന്നീട് മനസ്സിലാവുകയും അവരെ അതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് സംഗതികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണത്. അവിടേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ചെന്നിട്ട് ഈ തുണി ഉരിഞ്ഞ അഭ്യാസം കാണിച്ചിരിക്കുന്നത്. അവർ ഈ സമ്മിറ്റിനെതിരെയല്ല പ്രതിഷേധം, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ത്യ-US വാണിജ്യ കരാറിനെ ചൊല്ലിയാണ് ഈ പ്രതിഷേധം. അതും നരേന്ദ്രമോദിക്കെതിരെയാണ്. അദ്ദേഹം വന്ന് പോയതിനു ശേഷമാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. നല്ല ഇടി കിട്ടി, ചവിട്ട് കിട്ടി, ഓടി തള്ളുകയും ചെയ്ത അവസാനം അവർ പോലീസ് പിടിക്കുകയും ചെയ്തു. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഉണ്ടാക്കിയത് AOQ എന്നൊരു സായിപ്പാണ്. പാർട്ടി സ്ഥാപകൻ്റെ ഫോട്ടോ വെക്കാത്ത ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. അവരുടെ ഒരു ഓഫീസിലും ഈ പാർട്ടി സ്ഥാപകൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാനാവില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിതാവില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിലെ പ്രവർത്തകരും പിന്നെ ആ ഒരു സ്വഭാവം കാണിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഏതെങ്കിലും കാര്യത്തിലൊരു വിയോജിപ്പുണ്ടെങ്കിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നമുക്ക് പ്രതിഷേധിക്കാം. ഏത് രീതിയിൽ? അദ്ദേഹം ഒരു ദിവസം തന്നെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു പരിപാടിയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ വേണമെങ്കിൽ നമുക്ക് ആ നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ തന്നെ വേണമെങ്കിൽ പ്രതിഷേധിക്കാം. പക്ഷേ അവർ തിരഞ്ഞെടുത്ത വേദിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു അന്താരാഷ്ട്ര സമ്മിറ്റ് നടക്കുന്ന സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തത്. ഇന്നേ ദിവസം തന്നെ പ്രധാനമന്ത്രി ആകെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല, അദ്ദേഹം വേറെയും പല സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടങ്ങളിലൊന്നും പോവാതെ കൃത്യമായും ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഇവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ലോക ശ്രദ്ധ നേടും. ലോകം തന്നെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്മിറ്റാണല്ലോ. അപ്പോൾ അതുവഴി നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ അപമാനിക്കാം എന്നാണ് ഈ പിതൃശൂന്യ കോൺഗ്രസ്സുകാർ, യൂത്തന്മാർ വിചാരിച്ചത്. അത് തന്നെയാണ് അവിടെ അവർ ചെയ്തു വെച്ചത്. അപ്പോൾ ഇവർക്ക് നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹവും കടപ്പാടും ആദരവും ബഹുമാനവും ഒക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയോടുള്ള വിരോധം കൊണ്ടാണെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിയിൽ അദ്ദേഹം വരുമ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ പ്രതിഷേധിക്കാവുന്നതാണ്. വേണമെങ്കിൽ ബാക്കി തുണി കൂടി അവർ ഉരിഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവരെ തിരഞ്ഞെടുത്ത വേദി ഈ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും മറ്റുമൊക്കെ അവരുടെ ഈ AI നിർമ്മിതികളും മറ്റുമൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു AI സമ്മിറ്റിലായിപ്പോയി. അവിടെ അവർ എന്തുകൊണ്ട് ബോധപൂർവം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിനെ ഏത് വിധേനയും അപമാനിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ സുഡാപ്പികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ ഈ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കല്ലും കട്ടയൊക്കെ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഏതോ വിമാനം പോലെയുള്ള കാണിച്ചിട്ട് ഇതൊക്കെയാണ് AI സമ്മിറ്റ് കാണിക്കുന്നത് എന്ന തരത്തിൽ പരിഹസിച്ചുകൊണ്ട് കുറേ പോസ്റ്റും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ല സത്യം എന്ന് നമുക്കറിയാം. ഇവരുടെ ഈ പരിഹാസങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താണ് വിചാരിക്കേണ്ടത്? നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത് കല്ലും കട്ടയും വെച്ചിട്ടാണോ? ഒന്നുമല്ലല്ലോ. അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും വെച്ച് തന്നെയല്ലേ നമ്മൾ അവരെ അടിച്ചോടിച്ചത്. ആ ഇന്ത്യക്ക് ഇവന്മാർ ഈ കാണിക്കുന്ന പോലെ കല്ലും കട്ടയൊക്കെ വെച്ചിട്ടുള്ള AI ചെറിയ വിമാനവും AI ഡോഗും ഒക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കയ്യിലുമുണ്ട് നല്ല പടപ്പൻ സാധനങ്ങൾ. പക്ഷേ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു ന്യൂനത എപ്പോഴെങ്കിലും പറ്റിയാൽ അതുമാത്രം എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ 1% പോലും രാജ്യസ്നേഹമില്ല. ചിലർക്കൊക്കെ അത് മതപരമായിട്ടുള്ള കാരണമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി, 10-60 വർഷത്തോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പോലെ ഒരു പാർട്ടി ഇതുപോലെ പിതൃശൂന്യത കാണിക്കുമ്പോൾ ഇവന്മാരുടെ വിധി എന്ന് മാത്രമേ, എന്തുകൊണ്ട് ഈ പാർട്ടി ഇതുപോലെ തൊലിഞ്ഞുപോയി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം.